വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു A4 സൈസ് ഷീറ്റാണ്. അത് തന്നെ വേണമെന്നില്ല, നമുക്ക് പഴയ ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി. അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിന് അതിനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ രണ്ടായിട്ട് ഹോൾഡ് ചെയ്ത് മടക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്കെയിൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലൈൻ ഇട്ട ഭാഗത്ത് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. നമ്മൾ ആദ്യം മേൽ ഭാഗത്ത് കുറച്ചായിട്ട് ഗ്യാപ്പ് ഇട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് വേണം സ്റ്റോപ്പ് ആക്കാനായിട്ട്. ഫുള്ളായിട്ട് കട്ടാക്കി കളയരുത്, അത് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്കിത് ഈസിലി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. അതായത് ഓരോന്ന് ഇടവിട്ട് വേണം ഒട്ടിക്കാൻ. അതായത് ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വീഡിയോയിൽ കണ്ട് അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ എളുപ്പത്തിന് നമുക്കിത് ചെയ്തെടുക്കാം. കുഞ്ഞുങ്ങൾക്കായാലും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പറിലായാലും ഇങ്ങനെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സോ ഞാനിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലെയിൻ പേപ്പറിൽ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്ന് ഇടവിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റായിട്ട് ഒട്ടിച്ചതിന് നമ്മളിനി അതിന് തിരിച്ച് വെച്ചിട്ട് അതും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതൊരു ചെറിയൊരു ലീഫിൻ്റെ ഫോർമാറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊരു 6 എണ്ണം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് ഈ ലീഫിൻ്റെ മാതൃകയിൽ നമുക്ക് എല്ലാത്തിനെയും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാനെല്ലാം ഒന്നിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.